ഈ നട്ടു വെച്ചിരിക്കുന്ന ചെടി വീണ്ടും പറിച്ചെടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനൊരു ഭ്രാന്തനാണ്. ഇത്രയും ഭംഗിയുള്ള പൂ ഇങ്ങനെ നുള്ളിക്കളയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനൊരു ക്രൂരനാണ്. എന്നാൽ അങ്ങനെയല്ല, വേറെ നിവൃത്തിയില്ല. വാങ്ങിക്കൊണ്ടുവച്ച ചെടികളൊക്കെ വാടി വീണ് പോകുന്നതിന് മുമ്പ് ഒരു ശ്രമം. ഇത് ഇത്രയും വളർന്നെത്തിയതുകൊണ്ട് എന്താവുന്നൊന്നും അറിയില്ല. ഇത് റിപ്പോർട്ട് ചെയ്ത സമയത്താണെങ്കിൽ നമ്മുടെ കണ്ണിൽ പെട്ടില്ല. 5 എണ്ണം വാങ്ങിക്കൊണ്ടുവന്നതിൽ ഒരെണ്ണം പോവുകയും ചെയ്തിരുന്നു. അങ്ങനെ അത് കണ്ണിപ്പെട്ടപ്പോൾ അത് മാറ്റിക്കളയാന്ന് വിചാരിച്ചപ്പോഴാണ് എന്നേക്കാൾ മുന്നേ ചെടി മുട്ടിയിട്ടത് എന്റെ അമ്മ കണ്ടത്. അതുകൊണ്ട് പൂ വിരിഞ്ഞതിന് ശേഷം മതി മാറ്റൽ നടലിൽ നിന്ന് ആള് കട്ടായം പറഞ്ഞു. അങ്ങനെ പൂവില്ലാത്ത ഒരെണ്ണം പറിച്ചെടുത്ത് വീട്ടിലതാ ഈ അവസ്ഥ കാണിച്ചു കൊടുത്തപ്പോഴാണ് ആൾ അതും കൂടി സെറ്റാക്കിക്കോന്ന് പറഞ്ഞത്. ഇതുപോലത്തെ ചെമ്പരത്തിന്റെയും ബൊഗൈൻവില്ലിന്റെ ഒക്കെ തൈകൾ വാങ്ങിക്കൊണ്ട് വരുമ്പോൾ ശ്രദ്ധിച്ചോ, ചിലപ്പോൾ ഇതുപോലത്തെ നെറ്റ് പോട്ട്സ് അതിന്റെ ചോട്ടിലുണ്ടാവും. പറ്റുവാണെങ്കിൽ ഇത് മാറ്റിയിട്ട് നടുക. ഇതിപ്പോ ഈ ചെടി ഒന്ന് മാറ്റി നട്ട് വേരൊക്കെ ഒന്ന് ഉഷാറായി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് ഇത് കണ്ടത്. അതുകൊണ്ട് തന്നെ പരിപാടി ഇത്തിരി ദുഷ്കരമാണ്. എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെടികൾക്ക് വലിയ കോട്ടം തട്ടിക്കാതെ ഇത് മാറ്റിയെന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ. എന്നാലും കുറച്ചും കൂടി കഴിയുമ്പോൾ ഇത് റിമൂവ് ചെയ്യാൻ തീരെ പറ്റില്ലായിരുന്നു. പിന്നെ ഇത് മാറ്റാൻ നേരത്തെ മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യം വേരുകൾക്ക് വലിയ രീതിയിലുള്ള ക്ഷത ഏൽക്കാതെ നോക്കണം. ഓൾറെഡി ഇതിൽ 2 എണ്ണത്തിന് തീരെ ഉഷാറില്ലായിരുന്നു. ഇനിയിപ്പോൾ ഇങ്ങനെയും കൂടി ചെയ്തുകൊണ്ട് എന്താ അവസ്ഥ എന്ന് കണ്ടറിയാം.